നാഥനേ, ലോകത്തിൽ നിന്നകൽ ഏറി വന്നാലും മാറണേ മാറിയും നാഥനേ, എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ധ്യാനം ഇത് നീ വിശ്വസിക്കുന്നുവോ എന്നുള്ളതാണ്. ഇന്നത്തെ വേദഭാഗത്ത് യേശു പറയുന്നത് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നാണ്. ഇതൊരു ആശ്വാസവാക്ക് മാത്രമല്ല, ഒരു സത്യപ്രഖ്യാപനമാണ്. ജീവിതത്തിലെ ഇരുണ്ട സാഹചര്യങ്ങളിലും പ്രത്യാശ നൽകുന്നത് യേശുവാണ്. നമ്മുടെ വിശ്വാസം ഒരു മതപരമായ ആചാരമല്ല, അത് ജീവനുള്ള വ്യക്തിയായ യേശുവിലുള്ള വിശ്വാസമാണ്. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് നാം പ്രത്യാശയുടെ വാക്കുകൾ നൽകണം. യേശു മാർത്തയോട് ചോദിക്കുന്നത് നീ വിശ്വസിക്കുന്നുവോ എന്നാണ്. ഇന്ന് ഈ ചോദ്യം നമ്മോടും കർത്താവ് ചോദിക്കുന്നു. കുടുംബം വിശ്വസിച്ചുകൊണ്ടോ സഭയിൽ പോകുന്നത് കൊണ്ടോ മാത്രം കാര്യമില്ല. നാം സ്വയം യേശുവിൽ വിശ്വസിക്കണം. സത്യത്തിൽ നിൽക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും വ്യക്തിപരമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. വിശ്വാസം വാക്കുകളിൽ മാത്രം പ്രകടിപ്പിച്ചാൽ പോരാ, പ്രവൃത്തിയിൽ ഉണ്ടാകണം. മാർത്ത അവളുടെ വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുക്കാതെ അവൾ പോയി തൻ്റെ സഹോദരി മറിയെ യേശു വന്നതായി അറിയിക്കുന്നു. വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം. മറ്റുള്ളവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് യേശു നമ്മോടും ചോദിക്കുന്നു, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട സമയത്ത് നീ എന്നിൽ വിശ്വസിക്കുവോ? പ്രിയരെ, യഥാർത്ഥ വിശ്വാസം ജീവിതത്തെ മാറ്റുന്നതാണ്. ഈ നോമ്പ് നാളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നും കൂടെ പുതുക്കാം. പരീക്ഷകളുടെ നെരിപ്പോടുകളുടെ മധ്യത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലും യേശുവിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.